മംഗലം കഴിഞ്ഞ് ഭവാനി ഡാമിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ മുഴുവനും ഡാം മീൻ വറുത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഡാം മീനല്ല, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ കൂരിവാളയും നട്ടറൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഡാം മീനാണെന്നാണ് പറഞ്ഞത്. ഫിലോപ്പിയ ഉണ്ടോ, ഫിലോപ്പിയ ഉണ്ട്. വേറൊരു സാധനം ഉണ്ട് കേട്ടോ, മറ്റേ രോഹു കട്ട്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളർത്ത് മീൻ പോകുന്ന ഡാം മീനാണ്. കളറൊക്കെ പുരട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഫ്രഷായിട്ട് അടിച്ചു നോക്കാം. എണ്ണ കണ്ടിട്ടൊരു സുഖം തോന്നണില്ല, നല്ലോണം പതയണൊക്കെ ഉണ്ട്. എന്ത് മണ്ടാരമാണാവോ, നോക്കിയിട്ട് പറ്റിയില്ല തന്നെ കളയും. കഴിച്ചു നോക്കട്ടെ. ചിലപ്പോൾ ഈ മീനിൻ്റെ നെയ്യ് തന്നെ ഇതിൽ മിക്സ് ആയിട്ടായിരിക്കും എണ്ണ ഇങ്ങനെ പതയണത്. ആ ശരി, പുതിയ എണ്ണയാണോ? ഓക്കെ 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 ഓക്കെ. സംഭവം പിലോപ്പി ആണെങ്കിലും ഫ്രഷായിട്ട് വറുത്ത് തിന്നുമ്പോൾ ഒരു ഫ്രഷായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക രുചിയുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടാണല്ലോ, ഇത് നിറയെ എണ്ണയിൽ മുങ്ങിക്കിടന്ന് വറുത്ത കാരണം എപ്പോഴും മീനിനൊരു രുചി കൂടുതൽ വരും. നമ്മളൊരു കട്ട്ലയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട്ല ഒരു 400 ഗ്രാമിന് മുകളിലുള്ള കട്ട്ലയാണ്. ഇതിനും 80 രൂപ ആയിരിക്കും. മറ്റേ പിലോപ്പി മേടിച്ചത് 3 എണ്ണം 1 കിലോ വരുന്ന സൈസാണ്, അതിന് 60 രൂപ ഉള്ളൂ. എന്തായാലും ഡീപ്പ് ഫ്രൈ ചെയ്ത മീൻ നല്ല ടേസ്റ്റാണ്. അതായത് എണ്ണയിൽ മുക്കിപ്പൊരിച്ച മീൻ, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രുചിയുണ്ട്. ഭവാനി സാഗർ ഡാമിൻ്റെ പരിസരത്ത് നിന്ന് വെച്ചാൽ പിലോപ്പിയേക്കാളും നല്ലത് ഇത് രോഹു ആണ് കേട്ടോ, കട്ട്ലയല്ല കേട്ടോ, രോഹു. ഇത് സൂപ്പറാണ് കേട്ടോ. മീനിന് മുള്ളുണ്ടെന്നുണ്ടെങ്കിലും രോഹു തന്നെയാണ് സൂപ്പർ.